ഇപ്പൊ അഞ്ചാമത്തെ വിസിലും കേട്ട് കഴിഞ്ഞ് കൂട്ടുകാരെ ഉടനെ എന്തെങ്കിലും ചെയ്തേ മതിയാവും. കുട്ടികളെ, നമ്മുടെ വീട് ഇപ്പോൾ പൂർണ്ണമായും സേഫ് ആയിരിക്കുകയാണ്. ഈ ഗ്ലാസ് വെച്ച വീട് എങ്ങനെ സേഫ് ആവുന്നേ? പോപ്പട്ട് എന്താണോ പാട്ട് പാടുന്നത് അന്ന് ഈ വീട്ടിലെ വാതിലിന്റെ ജനലിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിപ്പോവും. കണ്ടോ, ഇതാണ് സൂപ്പർ പവർ എന്ന് പറയുന്നത്. അതിപ്പോ കയ്യിലായാലും തൊണ്ടയിലായാലും. സംശയമുണ്ടോ? കുട്ടികളെ, ഇത് ലോകത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാസ് ആണ്. ശ്രമങ്ങളെല്ലാം പാഴാകാനാണ് സാധ്യത. ഇത് ഒരിക്കലും പൊട്ടില്ല. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഈ മാസം നഗരത്തിൽ ഒരുപാട് മോഷണങ്ങൾ നടന്നിട്ടുള്ളതാണ്. ഒരു പക്ഷെ നമ്മൾ പുറത്താണെങ്കിലും കള്ളന്മാരുടെ ഒരു ശ്രമവും നടക്കില്ല. ഈ ഗ്ലാസിന് ഒരു സ്ക്രാച്ച് പോലും വരില്ല. വേണമെങ്കിൽ നോക്കിക്കോളൂ. എന്നാ പിന്നെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാലോ, മേഡം പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്നത്തെ ഈവനിംഗ് പാർട്ടിക്ക് നമ്മൾ കർത്തയും തോത്താറാമിനെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരിതെല്ലാം കണ്ട് ഒരുപാട് സന്തോഷിക്കും. പാർട്ടി നന്നായി ആഘോഷിച്ചോളൂ കുട്ടികളെ. ഞാൻ എന്റെ അമ്മാവനെ കാണാനായി 2 ദിവസത്തേക്ക് ഫോറിനിലേക്ക് പോവുകയാണ്. ഓട്ടോലോക്ക് സിസ്റ്റത്തിന്റെ ഈ കീ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ടേബിളിൽ വെച്ചിട്ട് പോവുകയാണ്. ഓട്ടോലോക്ക് സിസ്റ്റത്തിന്റെ സഹായത്താൽ നിങ്ങൾ ഈ വീട്ടിൽ വളരെ സുരക്ഷിതരായിരിക്കും. മേഡം, ഈ അമ്മാവനൊക്കെ ഇവിടെ മാത്ര. ബോർഡർ കഴിഞ്ഞാ പിന്നെ ആങ്കിൾ ആയി മാറും. പുറത്തു പോയ പിന്നെ ഫാഷൻ അല്ലേ. അമ്മാവൻ, അമ്മായി, വല്യമ്മ, വല്യച്ഛൻ ആരായാലും എല്ലാവരെയും ആങ്കിൾ ആന്റി എന്ന് വിളിച്ചാൽ കാര്യം തീരും. എന്റെ അമ്മോ, ഈ ഓട്ടോലോക്ക് സിസ്റ്റം നമ്മളെ കള്ളമരിൽ നിന്ന് രക്ഷിക്കും. പക്ഷെ നമ്മളെ ഈ ഹണിയിൽ നിന്ന് ആര് രക്ഷിക്കും? വരൂ കൂട്ടുകാരെ, നമുക്ക് പാർട്ടിക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. കൊച്ചളിയ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഹണിയുടെ സ്പെഷ്യലായ നൂഡിൽസ് ഉണ്ടാക്കി തരാൻ പോവാ. അപ്പൊ നൂഡിൽസും കഴിക്കാൻ പറ്റില്ല. ന്യൂഡിൽ വെള്ളത്തിലിടാൻ മറക്കരുത്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഹണിയുടെ കയ്യിലേക്ക് വിട്ടേക്ക്. ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് കന്നാസാറിന്റെ വീട്ടിൽ പോയി എന്തെങ്കിലും സ്നാക്സ് എടുത്തോണ്ട് വരാം. എന്നാ പിന്നെ ഞാനും കൂടെ വരാം. ഷെഫ് ഹണി, വീടിന്റെ താക്കോല് കയ്യിലെടുത്തിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. മനസ്സിലായോ? ഹണി, വേഗം വാതിലിന്റെ ലോക്ക് തുറക്ക്. നൂഡിൽസ് ഇപ്പൊ പായസമായി കാണും. കൊച്ചലിയ, ഈ ലോക്ക് തുറക്കാൻ പറ്റുന്നില്ല. തുറക്കാൻ പറ്റുന്നില്ല. എടാ കഴുതേ, നീ വീടിന്റെ അല്ല സ്കൂട്ടറിന്റെ താക്കോല എടുത്തോണ്ട് വന്നത്. അയ്യോ, നീ എന്തായി കാണിക്കുന്നത്? കുക്കറിനെ വിസിലടിക്കാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? നിങ്ങൾ എന്നെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നത് കുക്കറിനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോ കുക്കറിന്റെ ഭാഗം പിടിച്ച് സംസാരിക്കുന്നത്. അവൻ വീടിന്റെ താക്കോൽ എടുക്കേണ്ടതിന് പകരം സ്കൂട്ടറിന്റെ താക്കോൽ എടുത്തിട്ട് വന്നു. എന്നിട്ട് ഇപ്പൊ എല്ലാ കുറ്റവും കുക്കറിന്റെ തല കെട്ടി വെക്കണം. അത് ഞാൻ ഇന്റലിജന്റ് ആയതുകൊണ്ടാണ്. നമ്മുടെ കയ്യിൽ ഇപ്പൊ സ്കൂട്ടറിന്റെ കീ ഉണ്ടല്ലോ. നമുക്ക് വേഗം പോയിട്ട് ആ കീ ഷോപ്പുകാരനെ വിളിച്ചോണ്ട് വരാം. എടാ മണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. നിങ്ങൾ പോയി ആ കീ ഷോപ്പുകാരനെ വിളിച്ചോണ്ട് വാ. ഹണി, ഇനി നീ എന്തെങ്കിലും മണ്ടത്തരം എന്റെ മുമ്പിൽ വെച്ച് കാണിച്ച ഞാൻ പിന്നെ നിന്നെ ആയിരിക്കും നൂഡിൽസ് ആക്കി തിന്നാൻ പോകുന്നത്. സംശയം ഉണ്ടോ? നിങ്ങൾ എവിടെ കറങ്ങാൻ പോയതാ? കുക്കർ ഇപ്പോഴേ 2 വിസിൽ അടിച്ചു കഴിഞ്ഞു. കീ ഷോപ്പുകാരനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അയാളെ കുക്കർ തന്നെ ഉണ്ടാക്കിയെടുക്കും. ഈ മര കഴുത. നിങ്ങൾ രണ്ടുപേരും ആദ്യം വഴക്കടിക്കുന്നൊന്ന് നിർത്ത്. പൂട്ട് തുറക്കുന്ന ചേട്ടാ, ഇത് വേഗം ഒന്ന് തുറക്കാനായിട്ട് നോക്ക്. അകത്ത് നൂഡിൽസ് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. 10 വിസിലടിക്കും മുമ്പേ കുക്കർ ഓഫ് ചെയ്തില്ലെങ്കിൽ പിന്നീട് വലിയ പ്രശ്നമായി തീരും. എന്ത്? കുക്കറോ നൂഡിൽസോ അതോ വീടോ?
ഞാനാണ് ഹിപ്പോക്കോമാരൻ. ഏത് പൂട്ടും ഞാൻ തുറക്കും, പക്ഷേ വേഗത്തിലല്ല, സ്ലോലി സ്ലോലി. തുറക്കുന്ന കാര്യത്തിൽ ഞാൻ വലിയ എക്സ്പെർട്ട് ആണെന്ന് അറിയില്ലേ? നിങ്ങളുടെ വാതിലിന്റെ ഈ പൂട്ട് 3 വർഷം കൊണ്ട് ഞാൻ തുറന്നു തരാം. പക്ഷെ ഞങ്ങൾക്ക് ഈ പൂട്ട് ഇന്ന് തന്നെ തുറന്നു കിട്ടണം. 3 വർഷം കഴിഞ്ഞ് തുറന്നിട്ട് എന്ത് ചെയ്യാനാ? അത് ശരി, അപ്പൊ പിന്നെന്തിനാ ഇത്രയും ലേറ്റ് ആയത്? 3 വർഷം മുമ്പേ എന്നെ വന്ന് കാണാമായിരുന്നില്ലേ? എടോ, അത് നീ ലോക്ക് ഇന്നല്ലേ വെച്ചത്. ഇതിൽ എന്റെ തെറ്റെന്താ ഉള്ളത്? വാതിൽ ലോക്കായത് നിങ്ങൾ കാരണമാണ്, എന്നിട്ട് എന്നെ വഴക്ക് പറയുന്നോ? പൂട്ടു തുറക്കാൻ വേണ്ടി 12 വർഷത്തെ കോഴ്സാ ഞാൻ പഠിച്ചത്. അതിൽ 11 വർഷവും ഞാൻ ക്ലാസ് കട്ട് ചെയ്യുകയായിരുന്നു, അറിയാമോ? 1 വർഷം കൊണ്ട് എനിക്ക് എത്രത്തോളം പഠിക്കാൻ കഴിയുമോ അതിലൂടെ 3 വർഷം കൊണ്ട് ശരിക്കും ഞാൻ ഒരു പൂട്ട് പൊളിക്കാനാണ് പഠിച്ചത്, അറിയോ? ഓപ്പട്ടെ, ഞാൻ ആലോചിക്കുന്ന കാര്യം തന്നെയാണോ നീ ഇപ്പൊ ആലോചിക്കുന്നത്? സംശയമുണ്ടോ? എടുത്തെറിഞ്ഞോളൂ, പക്ഷെ സ്നേഹത്തോടെ. ഇന്ന് എന്റെ അമ്മച്ചിയാണ് സത്യം. ഇനി ആ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് ഞാൻ ഹണിയെ കുക്കറിനകത്തിട്ട് അവനെ കൊണ്ട് തന്നെ വിസിലടിപ്പിക്കും. നോക്കിക്കോ. 3 വിസിൽ അടിച്ചു കഴിഞ്ഞു. നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വാതിൽ തുറക്കണം. ചേട്ടാ, ചേട്ടൻ ഈ വാതിൽ തുറക്കാൻ പറ്റുമല്ലോ അല്ലേ? എല്ലാം തുറക്കും. എന്റെ പേരെന്താണ്? ബണ്ണി. കണ്ടില്ലേ, വാ തുറന്നു. ഞാൻ പറഞ്ഞില്ലേ എല്ലാം തുറക്കൂന്ന്. ഇവിടെ വരൂ, ഇവിടെ വരൂ. കണ്ടില്ലേ, ചെവി തുറന്നു. മറ്റുള്ളവരുടെ വീടിന്റെ വാതിൽ തുറക്കാൻ ഞാൻ കള്ളനല്ല. നിങ്ങളൊരു മാന്യന്റെ അടുത്താണ് വന്നിരിക്കുന്നത്. വാതിൽ തുറക്കാനാണെങ്കിൽ ഏതെങ്കിലും കള്ളന്റെ അടുത്ത് പോകൂ, അയാൾ തുറക്കണം. അപ്പൊ പിന്നെ ഞങ്ങളോട് എന്തിനാ നിങ്ങൾ നേരത്തെ എന്തും തുറക്കുമെന്ന് പറഞ്ഞത്? അത് കള്ളമായിരുന്നോ? തുറക്കാറുണ്ടല്ലോ എന്റെ വീടിന്റെ വാതിൽ മാത്രം. അതിന്റെ താക്കോൽ മാത്രമേ എന്റെ കയ്യിലുള്ളൂ. ഒരു കാര്യം ചെയ്യ്, ഈ വീട് എനിക്ക് ഗിഫ്റ്റ് ആയിത്താ, എങ്കിലും ഞാൻ ഇതിന്റെയും പൂട്ട് തുറക്കാം. എപ്പോഴെങ്കിലും ചായ കുടിക്കാൻ വന്നുള്ളൂ, സ്വന്തം വീടായി കണ്ടാ മതി. അതായത് താൻ അപ്പൊ മറ്റുള്ളവരുടെ വീടിന്റെ പൂട്ട് തുറക്കാറില്ല അല്ലേ? ഇല്ല. അത് ശരി, ഇപ്പോഴല്ലേ മനസ്സിലായത്. കണ്ടില്ലേ, നിങ്ങളുടെ കണ്ണ് ഞാൻ തുറപ്പിച്ചു. ഇവിടുത്തെ നമ്പർ 1 മാന്യനാണ് ഞാൻ. ഇതായിപ്പോ 4ാമത്തെ വിസിലും അടിച്ചു കഴിഞ്ഞു. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യും ബണ്ണി. ബണിയല്ല, ഇപ്രാവശ്യം എല്ലാം ശരിയാക്കുന്നത് ഈ ഞാനായിരിക്കും. കാരണം ബുദ്ധി വർക്ക് ചെയ്യാത്ത സ്ഥലത്ത് ശക്തി വർക്കൗട്ട് ആക്കി എടുക്കണം. സംശയമുണ്ടോ? ഇനിയിപ്പോ ഇതിന്റെ അർത്ഥം എന്താണാവോ? അതിപ്പോ ഞാൻ മനസ്സിലാക്കി തരാം. ഇപ്പൊ 5ാമത്തെ വിസിലും കേട്ട് കഴിഞ്ഞ് കൂട്ടുകാരെ ഉടനെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ബിൽഡിംഗ് മൊത്തം തവിട് പൊടിയായി, പക്ഷെ ആ ഗ്ലാസിന് മാത്രം ഒന്നും പറ്റിയില്ല. പക്ഷെ എന്തായാലും നന്നായി. കുക്കറിൽ നിന്നാകെ ഇപ്പോ 5 വിസിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. 6 ആയി. ആ ലോകത്തിന്റെ താക്കോൽ നമുക്ക് ഈ മാഗ്നറ്റ് വെച്ച് വലിക്കാം. എന്നിട്ട് നമുക്കത് വാതിലിന്റെ താഴെ കൂടി എടുക്കാം. ഇന്നത്തെ ദിവസം ഇപ്പോഴാ സന്തോഷമായത്. ഗ്ലാസ് മാത്രം പൊട്ടിയില്ല, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളും പൊട്ടിപ്പോയേനെ. അയ്യോ, 7ാമത്തെ വിസിലും അടിച്ചു കഴിഞ്ഞു. സംശയമുണ്ടോ?
പിള്ളേരെ, പശുവിന്റെ ആരോഗ്യത്തിന് നമ്മൾ കൊടുക്കും നല്ല ഒന്നാം തരം പുല്ല്. ഒന്നുപോലെ വിടാതെ നിങ്ങൾ എന്റെ വീട്ടിലെ എല്ലാ ഗ്ലാസും പൊട്ടിച്ചില്ലേ? കൈയടിച്ച് കളയല്ലേ? സോറി കന്നാ സാറേ, ഞങ്ങളുടെ വീട്ടുവാതിലിന്റെ പൂട്ട് തുറക്കാൻ പറ്റുന്നില്ല. കുക്കറിന്റെ വിസിലാണെങ്കിൽ അടിച്ചോണ്ടേ ഇരിക്കുക. ദാ ഇപ്പൊ 8ാമത്തെയും 9ാമത്തെയും വിസിൽ അടിച്ചു കഴിഞ്ഞു. ഇനി ഒരു വിസിൽ കൂടെ അടിച്ചു കഴിഞ്ഞാ കുക്കറിനോടൊപ്പം തന്നെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. എടാ നമ്മൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അല്ല ചേട്ടന്മാരെ, നിങ്ങൾ എന്താ പുറത്തിരിക്കുന്നത്? നിങ്ങളുടെ സ്വന്തം വീടല്ലേ, നിങ്ങൾക്ക് അകത്തിരുന്നൂടെ? എടാ ഗൂസേ, നീ എന്താ ഇത്രയും പെട്ടെന്ന് വന്നത്? അല്ല, നീ കൃത്യസമയത്ത് തന്നെ എത്തിയത്. നമ്മൾ വീടിനകത്ത് കയറാൻ ഒരുപാട് ശ്രമിച്ചതല്ലേ. ഇടത്തൊന്നും വലത്തൊന്നും മുകളിലും ഒക്കെ നോക്കി. ഇനി വീടിനകത്തേക്ക് പോകാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ, താഴെ കൂടെ. നമുക്ക് വീടിനകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും മറ്റൊരാളെ കയറ്റി വിടാമല്ലോ. ഈസി ആയിട്ട് അകത്ത് കയറ്റാം. ഈ ഐഡിയ ഒക്കെ നല്ലതാണ്, പക്ഷേ ആദ്യം ആര് പോകുമെന്ന് പറ. നീ തന്നെ എല്ലാവരും എന്നെ ജോലിക്ക് വേണ്ടി അണ്ടർഗ്രൗണ്ടിലേക്കാണല്ലോ പറഞ്ഞു വിടുന്നത്. ഇന്നലെ അബദ്ധത്തിൽ ഒരു പൈപ്പ് ലൈനിൽ കയറി. പിന്നെ കന്ന സാറിന്റെ ബോറിംഗ് പൈപ്പിലൂടെയാ പുറത്തേക്ക് വന്നത്. അത് കന്ന സാറിനെ പോലെ ബോറിംഗ് ആയിരുന്നു. ഹണിയെ പോലെ മണ്ടനാവുന്നതിന് നല്ലത് മണ്ണിലൂടെ ഇങ്ങനെ കുഴിച്ചു പിടിച്ച് പോകുന്നതാ. എടാ എത്രയും പെട്ടെന്ന് കുക്കറിനെ ഓഫ് ആക്കണം. ഗ്യാസ് ഓഫ് ആക്കിയിട്ടും എങ്ങനെയാണ് വിസിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ ഭായ്, വിസിൽ ഞാനാണ് അടിച്ചത്. എന്നാ നമുക്ക് പാർട്ടി അങ്ങ് തുടങ്ങിയാലോ? നിങ്ങൾ കൃത്യസമയത്താണ് വന്നത്. നൂഡിൽസ് ഇവിടെയുണ്ട്, ഞങ്ങൾ ഇവിടെയുണ്ട്. നിവിൻ എന്തിനാ ചുമ്മാ ഊതുന്നത്? ലെറ്റ്സ് പാർട്ടി.